ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീകുട്ടിയും കൂടെ കല്ലുമ്മയൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം കായൽ വന്നേക്കുകയാണ്. അപ്പം എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. കല്ലുമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കല്ലുമ്മയൊക്കെ നിങ്ങളവിടെ എന്തോ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. കേട്ടോ നമ്മുടെ സാധനം ഇതിനകത്തിലെല്ലാം ഈ കല്ലിനകത്തിലെല്ലാം ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടേ, ഇതാണ് സാധനം. ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. ഇത് നമ്മൾ എന്തെങ്കിലും അല്ലാണ്ട് ഇതേപോലുള്ള മൂർച്ചുള്ള സാധനം വെച്ചിട്ട് ഇത് കുത്തി പൊട്ടിച്ചുകൊണ്ട് എടുത്താൽ മതി. അങ്ങനെ എടുക്കാം. അതല്ല നമ്മൾ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചരുവത്തിനകത്ത് വല്ല വെള്ളം ചൂടാക്കിയിട്ട് പുഴുങ്ങി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്ലാതെ ജസ്റ്റ് എടുത്തന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സാധനം. ഫ്രൈ ചെയ്തടിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടല്ല, കുറച്ചേറെ സാധനം എടുക്കണം, എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം ഇത് നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ ഇതങ്ങ് ചുരുങ്ങും. അതുമല്ല, ഇത് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. ഭയങ്കര ബ്ലേഡ് കൂട്ടിരിക്കുന്ന സാധനം ഇതുണ്ടോ, നല്ല മൂർച്ചേറിയ സാധനമാണ്. കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമ്മളിത് എടുക്കാനും. നമുക്ക് ഈ സാധനം പച്ചയ്ക്കും കഴിക്കാം കേട്ടോ. അതായത് ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ നാരങ്ങ നീര് ഒക്കെ ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ, ഇതിൽ ഇംഗ്ലീഷിലെ ഓയിസ്റ്റർ എന്നും പറയും. താല്പര്യമുള്ളവർക്ക് കഴിക്കാം. ഞാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പം താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ടേസ്റ്റ്. നല്ല രീതി ഇറങ്ങിയില്ലെങ്കിൽ കാല് മുറിയേ ശ്രീകുട്ടി. അപ്പോൾ ഞങ്ങളെ ബാക്കിയും കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ അടുപ്പിച്ച് കാണുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഈ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് നല്ല രീതിയിൽ നിങ്ങൾ ക്ലീൻ ആക്കണം. കാരണം ഈ കക്കയുടെ ചീകൾ ഇതിനകത്താണ്. അതുകൊണ്ട് വെള്ളത്തിനകത്തിൽ നല്ല രീതിയിൽ വെച്ച് ശുദ്ധവെള്ളത്തിൽ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കാൻ. ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.